റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തും. പ്ലറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റിന് ശേഷം മന്ത്രി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ടി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, അല്പസമയത്തിനകം മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തും. വിവരങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ഇവിടെ മന്ത്രി കെ രാജൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. അതിനുശേഷം സംസാരിക്കുന്നതായിരിക്കും. പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. ഇവിടെ 16 പ്ലറ്റൂണുകളും, അതായത് വിവിധ സേനാ വിഭാഗങ്ങളുടെ 9 പ്ലറ്റൂണുകളും മറ്റ് വിദ്യാർത്ഥികളുടെ അടക്കമുള്ള 9 പ്ലറ്റൂണുകളുടെയും മാർച്ച് പാസ്റ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനെല്ലാവരും സജ്ജമായി കഴിഞ്ഞു. എല്ലാ വിഭാഗങ്ങളും ഇവിടെ പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൃത്യം 9 മണിക്ക് ഈ പതാക ഉയർത്തുന്നതോടു കൂടിയാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. ഇവിടെ ജില്ലാ കളക്ടർ NS K ഉമേഷ്, അതുപോലെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അക്ബർ തുടങ്ങിയ ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പ്രധാന പരിപാടി നടക്കുന്ന പ്രധാന വേദി എന്ന് പറയുന്നത് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ട് ആണ്. ഇവിടെയാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. ഒപ്പം നാവികസേന ആസ്ഥാനത്തും സമാനമായ രീതിയിൽ നാവികസേന ആസ്ഥാനത്ത് ഇവിടെ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും വളരെ വിപുലമായ പരിപാടികളാണ് ഇത്തവണ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടികൾ തുടങ്ങുന്നതേയുള്ളൂ. പതാക ഉയർത്തുന്നതോടുകൂടി ഈ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. മന്ത്രി കെ രാജൻ ഇപ്പോൾ എത്തുകയാണ്. അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണിപ്പോൾ. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം പതാക ഉയർത്തി ഉടൻ തന്നെ മറ്റ് പരിപാടികളിലേക്ക് കടക്കുന്നതായിരിക്കും. അതിന്